അപ്പം നമുക്ക് ഇന്നാണെങ്കിൽ ഒരു ചെടി നടാനുണ്ട്. ചെടിയാണെങ്കിൽ കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കാതെയൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും അത് ചട്ടി പൊട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ആണെങ്കിൽ അതിങ്ങനെ വെള്ളമൊക്കെ പോയി വളമൊക്കെ പോയി അത് നശിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഏകദേശം ഈ ചെടി പോലൊക്കെ, അതായത് വെള്ള ചെടി പോലെ നിൽക്കേണ്ടതാണ് ഭംഗിയായിട്ട്. അപ്പം നമ്മൾ അതിനു വേണ്ടി കുറച്ച് മണ്ണും ചവരിച്ചോറും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചെടി ഇരുന്ന ചട്ടിക്കകത്ത് തന്നെ ഇരുന്ന് മണ്ണ് കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് നിറച്ച് ഉറുമ്പായിരുന്നു. ഉറുമ്പാണെങ്കിൽ കടിക്കുന്ന ഉറുമ്പല്ല, പക്ഷെ നമുക്കൊരുമാതിരി ചോനൽ പോലത്തെ ഉറുമ്പ് നാശമാക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നമ്മുടെ ദേഹത്തൊക്കെ കയറിയാൽ. പിന്നെ അത് പോകുന്നവരൊക്കെ വെയിറ്റ് ചെയ്ത് ആ സമയം കൊണ്ട് തൊണ്ടൊക്കെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി എടുത്തിട്ട് ചട്ടിയിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടിക്കാണെങ്കിൽ ഊട്ടയില്ലായിരുന്നു, പിന്നെ ഊട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ തൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല ഈ ചട്ടിക്ക്. പിന്നെ ഞാനൊരു ബേസിന് വേണ്ടി വെച്ചതേ ഉള്ളൂ, കാരണം നമുക്ക് കൂടുതലും കട്ടയൊന്നും ഇല്ലായിരുന്നു ഇടാൻ വേണ്ടി. പിന്നെ നമ്മളത് അതായത് മണ്ണും ചവരിച്ചോറും അതുപോലെ മറ്റേ മണ്ണ് കുറച്ച് എടുത്തിട്ടുള്ളൂ. അതെല്ലാം കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചട്ടിക്കകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഒരു മിക്സ് ആക്കിയിട്ടുണ്ട്. ചവരിച്ചോറാണെങ്കിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്തും. രക്ഷപ്പെട്ട് വരുമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഒരുവിധം വലിയ ഇലയായി, നല്ല ഭംഗിയായിരിക്കും കിളിച്ച് വരുമ്പോൾ. പിന്നെ ബാക്കിയുള്ള മണ്ണാണെങ്കിലും വേറൊരു ചെടിക്ക് മണ്ണ് തീരെ കുറവായിരുന്നു. പിന്നെ അതിനാണെങ്കിൽ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് അത് വെച്ചതേ ഉള്ളൂ, കുറച്ച് ദിവസമേ ഉള്ളായിരുന്നു. പിന്നെ ആ മണ്ണൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇട്ട് കൊടുത്തു. നമ്മളിതിന് മുമ്പ് ഒരു ചെടി നട്ട വീഡിയോ ഉണ്ടായിരുന്നു, അത് ഏകദേശമൊക്കെ വളർന്ന് വരുന്നുണ്ട്. ഈ ചെടിയാണെങ്കിൽ വലിയ പുരോഗമനമൊന്നുമില്ല, സമയം എടുക്കും, 2-3 ദിവസമല്ലേ ഉള്ളൂ. പിന്നെ 2 ചെടിക്കും, അതായത് 3 ചെടി നമ്മളിപ്പോൾ ചെയ്തല്ലോ, അതിനും എല്ലാത്തിനും കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോൾ ഞാനാണ് ഇച്ചിരി പയറൊക്കെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടായിരുന്നു പോയത്. അപ്പോൾ ഇന്ന് കഞ്ഞിയും പയറുമായിരുന്നു. കഞ്ഞിയും പയറുമൊക്കെ നമ്മൾ തോരനാക്കിയിട്ടുണ്ട്. തോരനാക്കിയിട്ട് നമുക്ക് കുറച്ച് കഞ്ഞിയും കൂടെ വെക്കണം. അപ്പോൾ അതിന് ഇച്ചിരി പരിപാടിയും കൂടെ ഉണ്ട് വെളിയിൽ. കഞ്ഞിയും കൂടെ വെച്ചിട്ട് ഞാൻ വെളിയിൽ പോയി ചെറിയ ചെടികളും കുറച്ച് ക്ലീനിങ് വെക്കണം. മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല പരിപാടിയാണല്ലോ. ഇപ്പം മൊത്തം പുല്ലായിട്ട് കിടക്കും. അപ്പോൾ